ഇതെങ്ങോട്ടാ? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ ഒരു മിനിറ്റ് ഇപ്പൊ പറയാ. നിങ്ങളപ്പോ നേരത്തെ പരിചയമുണ്ടോ? എടാ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാ കാണുന്നത്. ശ്രേയ ഷഹാനയുടെ ഫ്രണ്ടാ. ഓ, ഇന്ന് നേരിട്ട് കണ്ടപ്പോഴാ നീ അയച്ച ഫോട്ടോനെ കുറിച്ച് ഓർത്തെ. അമ്മയാ ആ എടാ സംസാരിച്ചേക്ക്. ഇനി എന്നെ ബ്ലോക്ക് ചെയ്യരുത് കേട്ടോ. മരുന്ന് കിട്ടി, അമ്മ പറഞ്ഞായിരുന്നു. മരുന്ന് തരാൻ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന ആളെ പരിചയപ്പെടാൻ കൂടി വേണ്ടിയിട്ടാ വന്നത്. അതും അമ്മ പറഞ്ഞു. ഞങ്ങൾ 5 പേരാ തിക് ഫ്രണ്ട്സ്. അമയ, പ്രിൻസ്, പിന്നെ മീനു, മൂർത്തി. ഒരാൾ ഡോക്ടറും മറ്റേ ആൾ സൈക്കോളജിസ്റ്റോ. അവർ രണ്ടുപേരും എൻഗേജ്ഡാ. അപ്പൊ ആറാമത്തെ ആറാമത്തെ ഇപ്പോ ശ്രേയും കൂടെ വരുമ്പോ ശ്രേയും. ഫ്രണ്ട്ഷിപ്പ് മാത്രം മതിയോ? പോരാ. എന്തു പറ്റി? ഐ വോണ്ട് ടു ടെൽ യു സംതിങ് ഇമ്പോർട്ടന്റ്. ശ്രേയ പറയുന്നതല്ല എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പറ. ഞാനൊരിക്കൽ എൻഗേജ്ഡ് ആയതാണ്. ആളൊരു അഡ്വക്കേറ്റ് ആയിരുന്നു. ഞങ്ങൾ ആക്സിഡന്റിൽ കണ്ട് പരിചയമായി ഇഷ്ടപ്പെട്ടതാണ്. വീട്ടുകാരെല്ലാവരും ചേർന്ന് ആലോചിച്ചിട്ട് തന്നെ എൻഗേജ്മെന്റ് നടത്തി. പക്ഷേ എന്താ ഹരി കാണണമെന്ന് പറഞ്ഞേ? You are a cheat. ഭാഗ്യം എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞോളൂ. What do you mean? I mean what I said. നീ കോളേജ് ഭയങ്കര ഫ്ലേർട്ടിംഗ് ആയിരുന്നല്ലേ, കുറെ വിലസി. What? വെർജിൻ അല്ലല്ലോ. അനാവശ്യം പറയരുത്. നിർത്തടി. ഈ ഷോ ഒന്നും എന്നോട് വേണ്ട. എന്റെ തലയെ കെട്ടി വെക്കാൻ നോക്കിട്ട് നിനക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ കുറ്റം. പരിചയപ്പെടണ്ടായിരുന്നു തോന്നുന്നുണ്ടോ? എനിക്ക് ചിലപ്പോ തെറ്റുപറ്റാം, പക്ഷെ എൻ്റെ അമ്മയ്ക്ക് തെറ്റുപറ്റില്ല. ആ ചേട്ടാ, സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ എത്തിച്ചേക്കാം. ശരി. ആ താനോ? വെൽക്കം ടു മൈ ഓഫീസ്. താങ്ക് യു. നൗ യുവർ ഓഫീസ് ടു. എല്ലാം നോക്കിയും കണ്ടും പഠിച്ചു. ഞാനോ? പിന്നെ താൻ MBA കാരില്ലേ, തനിക്ക് എളുപ്പത്തിൽ പഠിക്കാടോ. എടാ അതെ, ഞാൻ 2 ദിവസത്തേക്ക് നാട്ടിലുണ്ടാവില്ല. താൻ വന്നേ, ഞാൻ പറയാം. അതെന്താ ഇവിടെ ഉണ്ടാവാത്തെ? മീനുവിന്റെയും മൂർത്തിയുടെയും കല്യാണോ തമിഴ്നാട് വൈദീശ്വരൻ കോവിൽ വെച്ച്. വൈദീശ്വരൻ കോവിലോ? അതെവിടെയാ? വൈദീശ്വരനല്ല, വൈദീശ്വരൻ. അത് തഞ്ചാവൂരിനടുത്ത്. മൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ നാടവിടെ. വിവാഹം അവിടെ വെച്ച് നടത്തുന്ന പേരൻസിന് ഒരേ നിർബന്ധം. വരുന്നോ? എനിക്ക് 2 എക്സാം കൂടെ ബാക്കിയുണ്ട്. ഓ, നല്ല ടഫാ. കുത്തിയിരുന്ന് പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു തന്നെ ഞാനും വരുന്നുണ്ടെന്ന്. ഹലോ. ആ ഒരു സെക്കൻഡ്. രാവിലെ എന്റെ മൊബൈലും കൊണ്ട് തുടങ്ങിയിട്ടുണ്ടോ? ഫുൾ ടൈം ഫോണിലാ. നീ അകത്തോ എല്ലാരും പെട്ടെന്ന് ഇറങ്ങാൻ പറ കേട്ടോ. മോളെ, അമ്മ റെഡിയാ നോക്ക് വേം. ഇവിടുന്ന് എത്ര ദൂരം വരും? ഒരു 3 കിലോമീറ്റർ. ആഹാ. ഏയ് അത്രേ കം ഓൺ, പോറായി, ലേറ്റ് ആയി. കം കം കം. ബാ ബാ. ഇറങ്ങാം നമുക്ക്. മോളെ ബാ.
കേട്ടാ മതി, അപ്പൊ തുടങ്ങി രണ്ടാളും. നടക്ക്, നടക്ക്. പൊളി. എപ്പോ വന്നു? ഇച്ച വാ. സൂപ്പർ. ആ നന്നായിട്ടുണ്ട്. വരൂ, വരൂ, അമ്മയും വരൂ. മോളും തകർത്തു കേട്ടോ. ആ ഇടോ, ഇതെന്റെ ഒരേ ഒരു അനിയൻ, ഇതെന്റെ ഒരേ ഒരു അനിയത്തി, ഇത് അവരുടെ മക്കള്, ട്വിൻസാ. ഇരിക്ക്. ആ, വാ വാ വാ. ആ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ, എന്ത് ചെയ്യും? റിട്ടേൺ എന്നാ പറഞ്ഞേ? Well, this month 30th. Ah. ഇനി 29 days more. ഓ, അതിപ്പോ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ? ഏയ്, ദിവസം കുറഞ്ഞൊന്നും വെച്ച് ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഒറ്റയ്ക്കൊന്നും ആവൂല, ഞങ്ങൾ എല്ലാവരും ഇല്ലേ? ടേക്ക് ഇറ്റ് ഈസി. ആ ഇത് വെറും പറച്ചിലല്ല കേട്ടോ. അതല്ല, അവളുടെ എക്സാം ഒന്നും തീർന്നിട്ടില്ല. എക്സാം ഒക്കെ അതിന് മുന്നേ തീരും. that's cool. എന്താടാ, എന്താ പറ്റിയേ? ഞാനൊരു വൃത്തികെട്ട സ്വപ്നം കണ്ടു. എടാ, സ്വപ്നത്തിൽ പലതും കാണും എന്ന് വെച്ച് പേടിക്കണോ? അങ്ങോട്ട് പോയപ്പോ എത്ര ഹാപ്പി ആയിരുന്നു, ഇതിപ്പോ നീ ഒറ്റ ഒരുത്തന ഇതിനൊക്കെ കാരണം. ഞാൻ 100 തവണ പറഞ്ഞതല്ലേ അവിടെ പോണ്ടെന്ന്. എടാ ഇത് ഇങ്ങനെയൊക്കെ ആവുന്ന ആര് വിചാരിച്ചു? എടാ, നടന്നു വന്നു നീ വീട്ടിലാരോടും പറയാൻ നിക്കണ്ട, പ്രത്യേകിച്ച് ശ്രേയയോട്. എടി, സ്വപ്നത്തിൽ കാര്യമുണ്ടല്ലോ. മരിക്കുന്നതിന് മുമ്പ് അമ്മച്ചി സ്വപ്നം കണ്ട് അപ്പച്ചൻ മരിച്ചു കിടക്കുന്ന ചില സ്വപ്നങ്ങളൊക്കെ. ഒന്ന് നിർത്താവോ? വായ തുറന്നാ നെഗറ്റീവേ പറയുള്ളൂ. ഉള്ളത് പറഞ്ഞ നിനക്കെന്താടി ഇത്ര ദേഷ്യം? നിർത്തുക, നീ ഒന്നും പറയണ്ട. ആ മോള് വാ. മിഥുൻ വന്നോ അമ്മ? ഓ വന്നല്ലോ. വന്നിട്ടൊന്നും വിളിച്ചു പോലുമില്ലല്ലോ. അവൻ മേളിലുണ്ട്, നീ പോയി ചോദിക്കേ. മിഥുൻ, Why are you avoiding me? ഇന്നലെ ഇന്നും എത്ര തവണ വിളിച്ചു, എത്ര മെസ്സേജ് അയച്ചു, ഒന്നിനും റെസ്പോണ്ട് ചെയ്തത് പോലുമില്ല. ഈ 2-3 ദിവസം കൊണ്ട് നിനക്ക് എന്താ സംഭവിച്ചേ? എന്റെ ആദ്യം നടന്ന എൻഗേജ്മെന്റ് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഇല്ല. Then why are you avoiding me? എന്നെ ടെൻഷൻ അടുപ്പിക്കാതൊന്ന് പറ മിഥുൻ. പറയാം. കല്യാണ സ്ഥലത്ത് വെച്ച് പഴയൊരു സുഹൃത്തിനെ കണ്ടു.
അവൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുക. അവനോട് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി പറഞ്ഞു ആഫ്റ്റർ മാരേജ് ലഗേജ് കൂടെ കൂട്ടാൻ പറ്റില്ല. ഈ ലഗേജ് എന്ന് പറയുന്നത് ഇൻലോസിനെ വിളിക്കുന്ന കൊടുവാക്ക. അവളത് പറഞ്ഞപ്പോൾ അവന് വിഷമായി. അവനമ്മ മാത്രമേ ഉള്ളൂ. കേട്ടപ്പോൾ എനിക്കും ഭയങ്കര വിഷമായി. പ്ലീസ് എന്നെ അത്തരം പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടല്ലേ. നീ വേണ്ടെന്ന് പറഞ്ഞാലും നിന്റെ അമ്മച്ചനും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. സത്യം. മോര് നല്ലതാട്ടാ, കുടിക്ക്. സന്തോഷമാണ് കാരണമെങ്കിൽ കുറച്ച് മദ്യമാവും. മറിച്ച് ഇമോഷണലാണ് കാരണമെങ്കിൽ മോനെ അത് വേണ്ട. തമിഴ്നാട്ടിൽ നിന്ന് നീ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്കെന്ത് പറ്റി? കൂട്ടുകാരുമായിട്ട് നീ വഴക്കിട്ടു? വൈദ്യേശ്വരൻ കോവിലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ? എന്താ സംഭവിച്ചത്? നീ അച്ഛനോട് പറ. திருமண பிராப்தம் இல்ல. அந்த பொண்ணுக்கு ஆயுசு ரொம்ப கம்மி. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയാമോ? സംഭവിക്കാൻ സാധ്യതയുള്ളത്. പോസിബിലിറ്റീസ്, പ്രോബബിലിറ്റീസ്. ഡോക്ടേഴ്സ് പറയാറില്ലേ സിംറ്റംസ്. രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി പറയില്ലേ? സെയിം. അച്ഛാ, അയാൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ശരിയായിരുന്നു. ദാറ്റ് ഇസ് പാസ്റ്റ്. സംഭവിച്ചതിനെ കുറിച്ച് പറയുന്ന പോലെ അല്ല സംഭവിക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് ഇസ് സം സോർട്ട് ഓഫ് എ വാർണിംഗ്. ആദ്യം നിങ്ങൾ കല്യാണത്തിന് പോകണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ ആ തീരുമാനം മാറ്റിപ്പോയി. അവിടെ ജ്യോത്സ്യരെ കാണാൻ താല്പര്യമില്ലാതിരുന്നിട്ടും കണ്ടു. താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കേട്ടു. വിധിയാണെങ്കിൽ, നടക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ പോകില്ല, കാണില്ല, കേൾക്കില്ല. നടക്കേണ്ടത് നടക്കും. അവിടെ പോയതും കണ്ടതും കേട്ടതും ഒക്കെ നിമിത്തങ്ങളാണ്. ദാറ്റ് മീൻസ് പോംവഴികൾ ഉണ്ടാവും.